വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവാണ്. ട്രിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേ ഒന്നും ഇല്ലാത്ത ഒരു ട്രിപ്പ്. നമ്മൾ ജസ്റ്റ് ഒന്നൊരു ഡ്രൈവൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു റിവറാണ്, അതും UAE-യിൽ. അപ്പം ഞങ്ങൾ ആക്ച്വലി ആദ്യമായിട്ടാണ് ഇവിടെ പോണത്. കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല, കാരണം ഇപ്പം നല്ല ചൂടാണ് ഇവിടെ. അപ്പം ചിലപ്പം റിവറിലത്തെ വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ടാവും, അതറിയില്ല. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറച്ച് റിവ്യൂസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1 month വരെ അവിടെ വെള്ളം ഉണ്ടായിരുന്നു, അതായത് 1 month മുന്നേ വരെ അവിടെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അവിടെ പോയാൽ മാത്രമേ അറിയുള്ളൂ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ. നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം 1.25 മണിക്കൂറാണ് കേട്ടോ ആ ഒരു സ്ഥലത്തേക്കുള്ളത്. ഇത് ആക്ച്വലി ഒമാനിലാണെന്നാണ് പറയുന്നത്, പക്ഷെ നമുക്ക് വിസേൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് സൺഡേ അല്ലേ ഇന്ന്, അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീക്കൊക്കെ ചെയ്തത്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരു സെറ്റ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം എങ്ങാനും വെള്ളം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഇറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സെറ്റ് ഡ്രസ്സൊക്കെ നമ്മളിതാ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു കേട്ടോ ഇത്. ഇന്നലെ പോകണമെന്നാണ് വിചാരിച്ചത്, അപ്പോൾ ആ പ്ലാൻ പോസ്റ്റ്പോൺ ചെയ്തിട്ട് സൺഡേയിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഇപ്പം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. ആദ്യം ഫുഡ് കഴിക്കണം, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ സൺഡേ ആയതുകൊണ്ട് തന്നെ. പിന്നെ അതിന് ശേഷം ഞങ്ങൾക്കൊരു അപ്പാർട്ട്മെൻറ്റിൽ ഒന്ന് വിസിറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോണത്. ഏകദേശം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു സ്പോട്ടിൽ എത്തുന്നതാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോർഫക്കാൻ ബീച്ചും കൂടി ഒന്ന് പോയിട്ട് വരാൻ വിചാരിച്ചു. ഏകദേശം ഫുജേറ ഒരു സൈഡിലാണ്, അപ്പോൾ നമുക്ക് കോർഫക്കാൻ ബീച്ചിലും കൂടി പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. സോ ഡു വാച്ച് മൈ വീഡിയോ ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് എന്ത് വീഡിയോ വേണം എന്നുള്ളതും കൂടി ജസ്റ്റ് ഒരു സാധനം കാണിച്ചു തരണമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാണ് ആ സാധനം. നിങ്ങൾ എത്ര പേര് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഈ അടുത്താണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഇത് നമ്മളെ ഫർ റിമൂവർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. നമ്മളെ ഈ ബ്ലാക്ക് ഡ്രസ്സിലൊക്കെ ഈ ഫർ ഭയങ്കരമായിട്ട് പിടിച്ചിരിക്കുമല്ലോ, അങ്ങനത്തെ ഡ്രസ്സിൽ നിന്ന് ഫറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റോളറാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പെർഫോമൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് അടിപൊളിയാണ്. നിങ്ങൾ ബ്ലാക്ക് ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന സംഭവമാണ്. ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നതാണ്. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഈ അടുത്ത് മേടിച്ചാണ്, അപ്പോൾ നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പെർഫോമൻസ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതിൽ കുറച്ച് ഫറൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്, കാണുന്നുണ്ടോ അറിയില്ല. സോ ഇത് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു റോളിലേക്ക് സ്റ്റിക്കാവും കേട്ടോ. കണ്ടോ, ഇത് ഓൾറെഡി ഞാൻ 2-3 തവണയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അഴുക്കും കുറച്ചൊക്കെ നമ്മളെ ഈ ഒരു റോളറിലേക്ക് പിടിക്കും കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആണ്. ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ മതിയേ, കംപ്ലീറ്റ് ഫർ ഇതിലേക്ക് വരും. ഇതൊരു സ്റ്റിക്കി പോലത്തെ സാധനമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെല്ലാ ഫറും പിടിച്ചിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, അതാണ് ഇത്രയും ഫർ ഉള്ളത് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതിനെ നമുക്കിങ്ങനെ പൊളിച്ച് കളയാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടോ, ഇതേപോലെ നമുക്കിങ്ങനെ പൊളിച്ച് എടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. അതാണ് സംഭവം. ഇത് എനിക്ക് തോന്നുന്നു ഇത്രയും റോളുണ്ട് കേട്ടോ, ഇത്രയും അധികം ഉണ്ട്. അപ്പം നമുക്കൊരു 5-6 ഡ്രസ്സിലൊക്കെ അടിപൊളിയായിട്ട് ഫർ എടുക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ കൂടെ ഒരു റോളും കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടുകയും ചെയ്യും കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. ആമസോണിലുള്ളതാണ്. ഞാൻ ഇതിന് ലിങ്ക് കൊടുക്കാം കേട്ടോ. ചെറിയ എന്തോ വിലയുള്ളൂ, ഭയങ്കര എക്സ്പെൻസീവ് സൈഡൊന്നുമല്ല. പിന്നെ നമുക്ക് കുറച്ച് പാക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഓൾറെഡി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സെറ്റ് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങാനും നനഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ ഒരു മേക്കപ്പ് പൗച്ച് കേട്ടോ. അപ്പോൾ അതിൽ വെക്കുന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. വളരെ മിനിമലായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ വെക്കാറുള്ളത്. ഇതൊരു അത്തറാണ് കേട്ടോ. ഇത് ഞാനൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പാക്കേജിങ് ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഈ ബോട്ടിൽ പ്രത്യേകം പറഞ്ഞിട്ട് അവരുടെ അടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ടാവാറുണ്ട്. ഇത് പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഒരു ഐലൈനർ ഉണ്ട്. ഞാൻ സാധാരണ ഐലൈനർ അങ്ങനെ ക്യാരി ചെയ്യാറില്ല, പക്ഷെ എന്തോ ഈ പ്രാവശ്യം എനിക്ക് കൊണ്ടുപോകണം തോന്നി. ഇനിയിപ്പം ജസ്റ്റ് കണ്ണെഴുതാൻ തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ ഒരു ബോഡി മിസ്റ്റ്, ഇത് ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ഈ ഒരു ബോഡി മിസ്റ്റിന്. പിന്നെ നമ്മളിതാ ഇറങ്ങുകയാണ്. ബീച്ചിൽ പോകുമ്പോൾ എനിക്ക് എപ്പോഴും ഇഷ്ടം ഫ്രോക്ക് ഇട്ട് പോകാനാണ് കേട്ടോ. അതാകുമ്പോൾ നനഞ്ഞാലും അത്ര വലിയ പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്താണ് കേട്ടോ, ജെയ്ബ്രോസ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നല്ല ഫുഡാണ്. അപ്പം അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. സാധാരണ ഈ ഷോപ്പിൽ വന്നാൽ ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് ഷവർമയാണ് കേട്ടോ. ഞങ്ങളെ ഫേവറേറ്റ് ആണ് ഇവിടുത്തെ ഷവർമ. പക്ഷേ ഈ പ്രാവശ്യം നമ്മളൊന്ന് മാറ്റി പിടിച്ചിരിക്കാൻ ഞാൻ ഇവിടുത്തെ ഫിഷ് ഫില്ലറ്റ് ബിരിയാണിയാണ് കേട്ടോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് റൈസും കാര്യങ്ങളൊക്കെയാണ് ബാക്കി എല്ലാവരും മേടിച്ചിട്ടുണ്ടായിരുന്നത്.
ഉണ്ടായിരുന്നത്. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഫുഡ് ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള ഫുഡാണ്, എന്നാലും ടേസ്റ്റ് വൈസ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന പോലത്തെ ഫുഡാണ്. പിന്നെ നമ്മൾ ജ്യൂസും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ജ്യൂസാണ് മാംഗോ ഷേക്ക് കേട്ടോ. ഞാൻ എപ്പോൾ എവിടെ പോയാലും കുടിക്കുന്ന ഒരു ജ്യൂസും കൂടിയാണ് മാംഗോ ഷേക്ക്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മാംഗോ പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടും കൂടിയാണ് കേട്ടോ. ജ്യൂസൊക്കെ കുടിച്ചു. ഐറുവിന് കുറച്ച് അതിൻ്റെ ഷെയർ കൊടുത്തു. സാധാരണ ഐറു എപ്പോഴും ഒരു ജ്യൂസ് കംപ്ലീറ്റ് വാങ്ങിയിട്ട് വേസ്റ്റ് ആക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പം ഷെയർ ചെയ്യാറാണ് പതിവ്. ഒരു ജ്യൂസ് വാങ്ങിച്ച് ഞാനും അമ്മയും ഐറും കൂടി ഷെയർ ചെയ്യും കേട്ടോ. അതാകുമ്പോൾ എല്ലാവർക്കും കറക്റ്റ് ആയിരിക്കും. ഒരു ജ്യൂസ് എന്തായാലും ഒരാൾ കുടിക്കില്ല, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഈ RTX എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കുറച്ച് ടൈം പാസ് ആണല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ കണ്ടിട്ടാണ്. ഫുജിയറ റൂട്ടിൽ ഒരുപാട് ടണൽസ് ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കാണുന്ന വ്യൂവും നല്ല രസമാണ്. ദുബായിൽ ആക്ച്വലി കാണാനുള്ളൊരു ഡെസേർട്ട്, ഇതേപോലെ മൗണ്ടെയിൻസ്, കുറച്ച് ബിൽഡിങ്സ്, ഇതൊക്കെയാണ്. നമ്മളെ നാട്ടിലത്തെ അത്ര പ്രകൃതി ഭംഗി ഇവിടെ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ കുറേയൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മളിന്ന് പോകുന്ന സ്ഥലത്തിൻ്റെ റൂട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് ഇതേപോലെ തന്നെ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ ഡേറ്റ്സിൻ്റെ ഫാമാണ് കേട്ടോ അവിടെ ഉള്ളത്. പോകുന്ന രണ്ട് സൈഡിലും ഇതേപോലെ നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങൊക്കെ ഉണ്ടാവില്ല, അതേപോലെ തന്നെ ഇവിടെ ഡേറ്റ്സിൻ്റെ കുറേ മരങ്ങളായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പോകുന്ന റൂട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ കുറച്ച് റോഡ് വർക്കൊക്കെ നടക്കണ്ടായിരുന്നു. അപ്പം വണ്ടി പോകാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറച്ച് റോഡൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പൊളിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. ഇതാണ് നമ്മളെ സ്ഥലം. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ 20 ദിറംസ് ഒരു കാറിന് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചെറിയ ഡൗട്ട്, ഇവിടെ വെള്ളം ഉണ്ടോ എന്നുള്ളത്. പിന്നെ നമ്മളെ കൂടെ ഒരു കാറും കൂടി നിർത്തിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വെള്ളമില്ല. ആക്ച്വലി അവർ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ കുറച്ച് നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഡാമിൽ നിന്ന് ഇങ്ങനെ ഓവർഫ്ലോ ആയിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മളതിൻ്റെ ടോപ്പിൽ കയറി നോക്കിയപ്പോഴൊന്നും വെള്ളം കണ്ടിട്ടില്ല. ഈ കാണുന്നതാണ് ഡാം. ഈ ഡാമിൻ്റെ ഈ ഒരു പാത്ത് വേ കൂടിയാണ് വെള്ളം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാദിയിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ ഒട്ടും വെള്ളമേ ഇല്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ അപ്പുറത്തെ ഡാമിലൊന്നും ഒട്ടും വെള്ളമില്ല. അപ്പം ഉള്ളിലേക്ക് പോയി നോക്കാം. 20 ദിറംസാണ് അവർ ചാർജ് ചെയ്യുന്നത്. എന്തായാലും ഉള്ളിലേക്ക് പോയിട്ട് അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ 20 ദിറംസ് കൊടുത്ത് ഉള്ളിലേക്ക് കയറി. ഇത്രയേ വെള്ളമുള്ളൂ കേട്ടോ. അവിടെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ തീരെ വെള്ളമില്ല കേട്ടോ. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളൊരു കാലിൻ്റെ മുട്ടിൻ്റെ അത്ര പോലും വെള്ളമില്ല. അത്രയും ഡ്രൈ ആയിട്ടാണ് കേട്ടോ. ഡേറ്റ്സിൻ്റെ, അതായത് നമ്മൾ ഇറങ്ങുന്ന വഴിക്ക് ഡേറ്റ്സിൻ്റെ മരമൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ വന്നിരിക്കുകയാണ്. സോ ഇങ്ങനെയാണുള്ളത്. ഇത് ആക്ച്വലി റിസോർട്ടിൻ്റെ പാർട്ടാണെന്നാണ് പറയുന്നത്. മുകളിൽ റിസോർട്ട് ഉണ്ടായിരുന്നു, പാർട്ടാണെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിറയെ കാരക്കകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സീസൺ ശരിക്കും പറഞ്ഞാൽ കാരക്ക ഉണ്ടാവുന്ന സീസൺ ആണെന്നാണ് പറയുന്നത്. ചൂട് ടൈമല്ല, അപ്പോൾ നന്നായിട്ട് കാരക്ക ഉണ്ടാവുന്ന സീസണാണ്. ഞാൻ നിങ്ങൾക്ക് കാരക്ക കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എല്ലാം ഒരു യെല്ലോ കളറായിട്ടേ ഉള്ളൂ, പഴുക്കാനായിട്ടില്ല. കുറച്ചും കൂടി, അതായത് 1-2 മന്ത്സ് കഴിഞ്ഞിട്ടാണ് പഴുക്കാമെന്നാണ് കേട്ടോ ഇവിടുത്തെ ആൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ സീസോകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒട്ടും വെള്ളമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ടൈമിൽ വരുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല, കാരണം ഒട്ടും വെള്ളമില്ല. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, കുറച്ചത് നമ്മളെ മുട്ടിൻ്റെ അത്രയൊക്കെ വെള്ളമുണ്ട്, എന്നാലും അത് തങ്ങി നിൽക്കുന്ന വെള്ളം, അതായത് ഫ്ലോ ഇല്ലാത്ത വെള്ളമാണ്. നേരത്തെ ഡാമൊക്കെ കണ്ടില്ല, ഭയങ്കര വറ്റി വരേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഡാമിലൊക്കെ വെള്ളമുള്ള സമയത്ത് വരികയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും കേട്ടോ. അത് ആക്ച്വലി നവംബർ ഡിസംബർ ജാൻ ഫെബ് ആ ഒരു ടൈമിലൊക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഞങ്ങൾ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ ആൾ പറഞ്ഞത് കഴിഞ്ഞ വർഷം മെയ്യിലൊക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഇവിടെ ജസ്റ്റ് വന്നിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളവർക്ക് വരാം. നല്ല ചൂടാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ആക്ച്വലി ഇവിടെ എത്തിയിരിക്കുന്ന ഇപ്പോൾ ടൈം 5:30 ആയിട്ടുണ്ട്, പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ. ഈ ബാക്കിൽ കാണുന്നതാണ് വെള്ളം. ആക്ച്വലി കുറച്ച് മാത്രമേ വെള്ളമുള്ളൂ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ തങ്ങി കിടക്കുവാണ് വെള്ളം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആവും. ഇപ്പോൾ ചൂട് തുടങ്ങിയിട്ടുള്ളൂ, അപ്പോൾ തന്നെ ഇത്രയും ഡ്രൈ ആയിട്ടുണ്ട്. പക്ഷെ കാണാൻ വേണ്ടി നല്ല രസമുണ്ട് കേട്ടോ. നമുക്കൊരു മൗണ്ടെയിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു ഫീൽ കിട്ടും. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് പ്ലേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ വെള്ളം ഇല്ല, അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വന്നപ്പോൾ വെള്ളമില്ല. പിന്നെ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും വെള്ളം എക്സ്പെക്റ്റ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്. കുറച്ച് പേരൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് കുറച്ച് വെള്ളമായതുകൊണ്ട് കൂടി ഇറങ്ങണ്ട. പിന്നെ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങൾക്ക് വേറൊരു സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട്, ഞാൻ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിൽക്കുന്നത്. സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് മൗണ്ടെയിൻസിൻ്റെ ഉള്ളിലൊക്കെ പോയി നിൽക്കാൻ പറ്റും.
കേട്ടോ. ശരിക്കും ഒരു വാട്ടർഫോൾസ് പോലെ തന്നെയാണുള്ളത്. നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന ഒരു വാട്ടർഫോൾസ് പോലെ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. പക്ഷേ വെള്ളമില്ലാത്തത് മാത്രമാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. വെള്ളം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള വാട്ടർഫോളായിരുന്നു. നിറയെ മൗണ്ടെയിൻ ആട്ടോ ചുറ്റും. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാം. ശരിക്കും നാരങ്ങമരമാണ് കേട്ടോ. ഇതുണ്ടോ, കുട്ടി കുട്ടി ലെമൺ ഉണ്ടായിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ ഈ ലെമണിന്. അടിപൊളിയായിട്ടുള്ള മണമുള്ള ലെമൺ. അടിപൊളി മണം. നല്ല സ്മെല്ലില്ല അമ്മ. അടിപൊളി നാരങ്ങ. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. കുട്ടി നാരങ്ങയാണ്, ഉണ്ടായിട്ട് വരുന്നതാണ്. ഇതൊക്കെ നന്നായിട്ട് ഇങ്ങനെ കൊലച്ച് നിൽക്കുന്നുണ്ട്. എനിക്കൊന്ന് 2 മാസത്തിലൊക്കെ ആവുന്നുണ്ടോ. നിറയെ ഉണ്ട് കേട്ടോ. ഈ മരത്തിൻ്റെ മുകളിലൊക്കെ കാരക്കുണ്ട്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു കാരക്ക. ഈ ഒരു സീസൺ ആകുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ നിറയെ കാരക്കാണ്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് തോന്നുന്നു. കാരണം ഇവിടെ ആൾ നനച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് മുമ്പ് ആളിങ്ങനെ നനച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. സോ നമ്മളിനി ഇവിടുന്ന് പോവാണ്. നമുക്ക് നേരെ വീട്ടിലേക്കായിരിക്കും പോവാം. സംടൈംസ് നമ്മൾ ബീച്ചിലും കൂടി പോകും എന്ന് വിചാരിക്കുന്നു. നോക്കാം, നമുക്ക് പോകുന്ന വഴിക്ക് എന്താണെന്ന് നോക്കുന്നത് കേട്ടോ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സദാ റിവർ വാദി. അപ്പോൾ നമ്മൾ അവിടുന്ന് വീട് പറയാണ്. നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മളുടെ യാത്ര ഇതാ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫൗണ്ടെയിനൊക്കെ കണ്ടു. നമ്മൾ നേരെ ഇനി പോണത് കോർഫക്കാനിലേക്കാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ കോർഫക്കാൻ ബീച്ചിലേക്കാണ് പോണത്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു കഫേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കഫേയിൽ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചായ കിട്ടുന്നത് മണ്ണിൻ്റെ കപ്പിലാണ്. സോ അതുകൊണ്ട് നമ്മൾ അതിലാണ് ചായ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അതായത്തുള്ളത് എന്താ? പൊരിച്ച സാധനം, പഴംപൊരി. എനിക്ക് വേണം. എന്താ വേണം അമ്മയ്ക്ക്? എന്താ വേണം? ഒരു ചായ മാത്രമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. സോ നേരെ ഇനി കോർഫക്കാൻ ബീച്ചിലേക്ക്. ഇനി അവിടെ പോയിട്ട് ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കണ്ടാൽ ഷെയർ വിത്ത് യു. അവിടെ പോയി അവിടെ പോയത് അവിടെ എന്തൊക്കെയാ ഉണ്ടായിരുന്നേ? ഇവിടെ പഴംപൊരി ഉണ്ട്, പത്തിരി ഉണ്ട്, പഴംപൊരി ഉണ്ട്, പിന്നെ വേറെന്താ ഇതുണ്ട്. വേറെന്താ ഉള്ളത്? ഇതുണ്ട് പത്തിരി പറഞ്ഞു, പഴംപൊരി പറഞ്ഞു, പിന്നെ പഴംപൊരി പറഞ്ഞു. ആരുടെ ഫേവറേറ്റ് ഏതാ? ബൂസ്റ്റ് ആണ്. അയറ ഹോർലിക്സ് അല്ലേ പറഞ്ഞത്? അയറൊരു ഹോർലിക്സ് ആണ് പറഞ്ഞത്. ഞങ്ങളൊക്കെ ചായയാണ് പറഞ്ഞത്. അപ്പം സാധാരണ ഈ മണ്ണിന്റെ കപ്പിൽ മഡ്ക ചായ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് കിട്ടുക, ഈ മസാല ഒക്കെ ഇട്ടിട്ടുള്ള ചായ. പക്ഷെ ഇവിടെ നോർമൽ ഫ്രഷ് മിൽക്ക് ടീ ആണ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ട്രൈ നോക്കാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിർത്തിയത്. ഇതാണ് ഞാൻ പറഞ്ഞ മണ്ണിന്റെ കപ്പ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇത് ഞാൻ പണ്ട് ഇതേപോലെ ഒരു എവിടെയോ ഒന്നും പോയ സമയത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചായക്ക് എത്ര അറിയോ? 5 ദിറംസ് ആട്ടോ. കാരണം ഇത് മണ്ണിന്റെ കപ്പിലായതുകൊണ്ട് ഭയങ്കര പൈസ. 5 ദിറംസ് ഒരു ചായക്ക്. ഈ ചായക്ക് എന്തത്ര സ്പെഷ്യാലിറ്റി ചോദിച്ചാൽ ഒന്നുമില്ല. നോർമൽ നമ്മുടെ ഫ്രഷ് മിൽക്ക് ടീ ആണ്. പക്ഷെ ഈ ഒരു മണ്ണിന്റെ കപ്പിലായതുകൊണ്ട് മാത്രം ഇത്ര പൈസ. ടു മച്ച് എക്സ്പെൻസീവ്. കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോട്ടോ. ഇതിങ്ങനെ കാണുന്ന പോലെ അല്ല. നമ്മളിങ്ങനെ ഒരു വാഷിലൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകും. കാരണം ഈ സെയിം സാധനം ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് പൊട്ടിപ്പോയി. ഇതിൻ്റെ സൈഡൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോകും. വെറുതെയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നമ്മളിതാ ബീച്ചിൽ എൻ്റർ ആയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഫുള്ളായിരുന്നു കേട്ടോ പാർക്കിംഗ് ഒക്കെ. അങ്ങനെ ഫൈനലി ഞങ്ങളൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് നമ്മളിത് ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ സ്വിം ചെയ്യണം എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ സ്വിമ്മിങ്ങിന് എന്തോ റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്നുള്ളത് സംശയമുണ്ട്. അങ്ങനെ ആൾക്കാരൊന്നും ഇറങ്ങി കാണുന്നില്ല കേട്ടോ. ആക്ച്വലി ഇവിടെ ബോട്ടൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്കങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. ഈ ഒരു ഏരിയ മാത്രം അവർ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. കുറച്ചും കൂടി അങ്ങോട്ട് പോയാലും അതേപോലെ തന്നെ ഇതിൻ്റെ എൻഡിലും നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും. സോ ഞങ്ങൾ ആ ഒരു എൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ജസ്റ്റ് വെള്ളത്തിലേക്ക് കാലൊക്കെ നനച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്കാണ് കേട്ടോ നടക്കുന്നത്. ഇവിടെ ബോട്ട് ഓൾറെഡി ഞാൻ 2-3 പ്രാവശ്യം പോയതാണ്. നല്ല എക്സ്പീരിയൻസ് ആട്ടോ. ഫസ്റ്റൊക്കെ വരുന്ന ആൾക്കാർക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്.
ഇതാണ് ഇവിടുത്തെ ബോട്ട്. ഞങ്ങൾ ഇങ്ങനത്തെ ബോട്ടിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, ഇവിടെ കണ്ടില്ലേ, അങ്ങനത്തെ ബോട്ടിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് കുറേ ദൂരം പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന്. പെർ പേഴ്സൺ എനിക്ക് തോന്നുന്നു 60 dirhams ആയിരുന്നു അന്ന് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇന്നത്തെ റേറ്റ് എത്രയാണെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് കുറവാണ് ബീച്ചിലൊക്കെ ആൾക്കാർ. ആയിരം ഭയങ്കരമായിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുക അതിൽ കയറണം എന്ന് പറഞ്ഞിട്ട്. അതേപോലെ സ്പീഡ് ബോട്ട് അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു അഫോർഡബിൾ റേറ്റും കൂടിയാണ്. നമ്മൾ ദുബായിലത്തെ അത്രയ്ക്ക് ഭയങ്കര എക്സ്പെൻസീവ് അല്ല കേട്ടോ അവിടെ. ഐറൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വെള്ളത്തിൽ കളിക്കാനൊക്കെ. അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുന്നതൊക്കെ. പിന്നെ നമ്മൾ ബീച്ചിൽ വന്നപ്പം ഇവിടെ കുറച്ചും കൂടി ക്ലീൻ ആയിട്ടുള്ള ബീച്ച് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഭയങ്കര ചൂടാണ് കേട്ടോ. വെറുതെ അല്ല ഇവിടെ ആൾക്കാർ അധികം കാണാത്ത അത്രയ്ക്കും ചൂടാണ്. ബീച്ചാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇരട്ടി ചൂടുണ്ട് കേട്ടോ ഇവിടെ. പുറത്തതിനെക്കാട്ടിലും ഭയങ്കര ചൂട്. പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പം നല്ല തിരക്കായിരുന്നു. നല്ല അതായത് പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്. പക്ഷെ ഇവിടെ ആൾക്കാർ അത്രയ്ക്കൊന്നും കാണാനില്ല. ഞങ്ങൾ പണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരിക്കും അവിടെ അത്ര ആൾക്കാർ കാണാനില്ല. പിന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ കുറച്ച് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ. അതിന് ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഭയങ്കര റേറ്റ് കുറവായിരിക്കും. കാരണം ഇത് ഓഫ് സീസൺ അല്ലേ, പിന്നെ ചൂടും കൂടെ ആയതുകൊണ്ട് റേറ്റ് നല്ല കുറവായിരുന്നു. അപ്പോൾ അർജു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നതിനൊക്കെ എടുത്ത് നമ്മൾ ഓൾറെഡി ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ നേരത്തെ വാതിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങാമെന്ന് വെച്ചു. ഞാൻ ഇറങ്ങുന്നില്ല, കാല് മാത്രം നനച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിനി വെള്ളത്തിലേക്കൊന്ന് ജസ്റ്റ് കാല് നനയ്ക്കാൻ വേണ്ടി ഇറങ്ങട്ടെ. ദായറു വെള്ളത്തിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനും ജസ്റ്റ് വെള്ളത്തിലേക്കൊന്ന് പോയി നോക്കി. അർജു ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഉള്ളിലേക്ക് പോയിന്നാ തോന്നുന്നു. ഇവിടുത്തെ വെള്ളമൊക്കെ ഭയങ്കര ക്ലീൻ ആയിരിക്കും കേട്ടോ. നല്ല ക്ലീനാണ് ഇവിടുത്തെ വെള്ളം. അപ്പോൾ നമുക്ക് ഇറങ്ങാനായിട്ട് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മുടെ നാട്ടിലത്തെ വെള്ളമൊക്കെ ഭയങ്കര കലക്ക് വെള്ളമായിരിക്കില്ലേ, ഇവിടെ കുറച്ചും കൂടി നല്ല ക്ലീൻ ആയിട്ടാണ് വെള്ളം ഉണ്ടാവുക. പിന്നെ ഒരു ബ്ലൂ കളർ ഉണ്ടാവും കേട്ടോ വെള്ളത്തിന്. പണ്ടൊക്കെ ഞാനിങ്ങനെ മണ്ണ് കളിക്കുമ്പോൾ എനിക്കൊക്കെ നന്നായി ചീത്ത കേൾക്കാറുണ്ടായിരുന്നു കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയില്ല. പക്ഷെ ഇപ്പോഴൊക്കെ കുട്ടികളെല്ലാവരും ഭയങ്കരമായിട്ട് മണ്ണിലിങ്ങനെ കളിക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഐറൂന് സാധാരണ നമ്മളങ്ങനെ എവിടെയും അവൾക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ ഇല്ലല്ലോ ഇവിടെ. നമ്മളെ നാട്ടിലത്തെ പോലെ അങ്ങനെ ഭയങ്കരമായിട്ട് പുറത്തേക്കൊന്നും പോകണില്ല. അപ്പോൾ അവൾക്ക് ഇങ്ങനെ പുറത്തൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ കളിക്കാനൊക്കെ ഉള്ളൊരു ഫ്രീഡം കിട്ടുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇവിടെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും അതായത് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഷവർ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഈസിയാണ്. നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ പോവാം. നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഡ്രസ്സൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു. പിന്നെ അധികം തിരക്കില്ലാത്തതുകൊണ്ടൊന്നും നല്ല സുഖമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ക്യൂ നിൽക്കണം കേട്ടോ ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഷവർ ചെയ്യാനൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം തന്നെ ഏകദേശം സമയം 6:45 7 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം ചൂടാണ് കേട്ടോ ഇവിടെ. പക്ഷെ നേരത്തെ നമ്മൾ വന്നതിനെക്കാട്ട് ചൂട് കുറവാണ്, എന്നാലും ചൂടുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് നമുക്ക് 2-2.5 മണിക്കൂർ ഫുജേറയിൽ നിന്ന് ഉണ്ടാവും. പ്രത്യേകിച്ച് നൈറ്റ് ആയതുകൊണ്ട് നല്ല ട്രാഫിക്കും ആയിരിക്കും. അപ്പോൾ നേരെ ഇനി ഫുഡ് കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് എവിടുന്നേലും ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഭയങ്കര ബീച്ചിലേക്ക് കളിച്ചപ്പോൾ ഭയങ്കര വൈബായി, ഭയങ്കര ഒരു റിലാക്സ്ഡ് ആയിട്ടോ. സൺഡേ നല്ല ചില്ലായി. എന്തായാലും ഈ സൺഡേ അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് നേരെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഞാൻ ബാക്കി നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ. ശരി, അന്ന് ഇത്ര ഡെവലപ്ഡ് ആയിരുന്നില്ല. ഇപ്പോൾ കുറച്ചും കൂടി നല്ല അടിപൊളിയാക്കി കേട്ടോ. നല്ല റണ്ണിങ് ട്രാക്സ് ഒക്കെ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറച്ചും കൂടി ഡെവലപ്പായ പോലെ, കുറച്ചും കൂടി ലൈറ്റ്സ് ഒക്കെ വന്ന് ഭയങ്കര ഡെവലപ്പായ പോലെ തോന്നുന്നു ഫുജേറ ബീച്ച്. ഞങ്ങൾ കുറേ ആയി കോർഫിക്കാനിൽ വന്നിട്ട്, പണ്ട് എപ്പോഴോ വന്നതാണ്. ബോട്ടിംഗ് ഒക്കെ ചെയ്തു പറഞ്ഞു, ആ സമയത്തൊക്കെ വന്നതാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഇപ്പം നന്നാക്കിയിട്ടുണ്ട്. എനിക്ക് അംബർല ബീച്ചിനെക്കാട്ടും നന്നായിട്ട് തോന്നി കേട്ടോ കോർഫക്കാൻ. ചില ആൾക്കാർ ഒരു അംബർല ബീച്ചാണ് അടിപൊളി, പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് കോർഫക്കാനാണ് കുറച്ചും കൂടി ലൈവ്ലി. ഫുജേറയിൽ ജനറലി റെൻറ്റ് കുറവാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. CV അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ നല്ലൊരു അഫോർഡബിൾ റെൻറ്റിലൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം കണ്ടോ ഇങ്ങനെ ബിൽഡിങ്സ് ഒക്കെ, ബാക്കിലുള്ള ബിൽഡിങ്സ് ഒക്കെ ഉണ്ടോ, നേരെ CV ആണ് കിട്ടുന്നത്. ഇന്ന് പിന്നെ എൻ്റെ വീഡിയോസ് ഒക്കെ എടുത്ത് തന്നിരിക്കുന്നത് അമ്മയായിരുന്നു എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഇന്ന് വീട്ടിൽ മുതൽ വീഡിയോസൊക്കെ എടുത്തു തന്നെ. ലാസ്റ്റ് വ്ളോഗ് അമ്മയായിരുന്നു ഷൂട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അമ്മ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തില്ല അമ്മ. ഇനി മുതൽ അമ്മ എനിക്ക് വ്ളോഗ്സൊക്കെ ഷൂട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മഡ്ക ചായക്കപ്പ്, 5 dirhamsന്റെ ചായക്കപ്പ്. കാണാനായിട്ട് ഭയങ്കര നാച്ചുറൽ ആയിട്ടുണ്ട്, അടിപൊളി സാധനം. ഭയങ്കര ഭംഗിയിട്ട് കാണാൻ. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വാട്ടർഫോൾസ് പോലെ തന്നെ ഉണ്ട്.
ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നത്. നെഞ്ചിലേക്ക് വരാത്തതുകൊണ്ട് ഞാൻ കാണാറില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മൾ മെഹഫിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക. പാർക്കിംഗ് ഫ്രണ്ടിൽ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്ക് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ബിൽഡിങ്ങിനുള്ളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. ഇവിടുത്തെ ബീഫ് ബിരിയാണി അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് അൽക്കിസീസിൽ വന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. കരാമ കുറച്ചും കൂടി ബ്ലോക്ക് ആയിരിക്കും വിചാരിച്ചാൽ അൽക്കിസീസിലേക്കാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റ് വേറെ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. കാരണം പണ്ട് മുതൽക്കേ എൻ്റെ ഫേവറേറ്റ് ആണ് ബിരിയാണി. അത് ഇത്രയും ടേസ്റ്റിൽ എങ്ങനെ കൊടുക്കുന്നതെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായില്ല. അത്രയും അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. ഇത് നമ്മളെ മലപ്പുറത്തൊക്കെ പറയും കല്യാണ ബിരിയാണി എന്ന്. ആ ഒരു ടൈപ്പ് ബിരിയാണിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം മെഹഫൽ ബിരിയാണി. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാൻ പോവാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.